Hi, welcome to Lash Class. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെമസ്റ്റർ AEC ഫോർ ലിറ്ററേച്ചേഴ്സിലെ ദി ഓർഡിനറി മാജിക് ഓഫ് ചാൾസ് ബുക്കോസ്കി എന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. അമേരിക്കൻ പോയറ്റ് ചാൾസ് ബുക്കോസ്കിയുടെ ജീവിതത്തെയും കവിതകളെയും കുറിച്ച് BBC ചെയ്തിട്ടുള്ള ഒരു ഡോക്യുമെൻ്ററിയാണ്. ഇദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് പറയാവുന്നത്, നമുക്ക് മലയാളത്തിൽ പരിചിതനായിട്ടുള്ള അയ്യപ്പനെ പോലുള്ളൊരു ക്യാരക്ടറാണ്. ഒരു ആൻറ്റി സോഷ്യലും അതുപോലെ മദ്യപാനിയും ഒക്കെ ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ചാൾസ് ബുക്കോസ്കി. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെയും കവിതകളെയും കുറിച്ചാണ് BBCയുടെ ഈ ഒരു ഡോക്യുമെൻ്ററിയിൽ ചിത്രീകരിക്കുന്നത്. നമ്മളിവിടെ ആ ഡോക്യുമെൻ്ററിയുടെ ഒരു സമ്മറിയും അതിലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ്, പാരഗ്രാഫ്, എസ്സേ ക്വസ്റ്റ്യൻസ് എന്നിവയ്ക്കുള്ള നോട്ട്സുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആദ്യം നമുക്കിതിലെ സമ്മറി നോക്കാം. The BBC Two bookmark documentary titled The Ordinary Madness of Charles Bukowski provides insights into Bukowski life, writing and philosophy. അപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഡോക്യുമെൻ്ററിക്കകത്ത് ചാൾസ് ബുക്കോസ്കിയുടെ ജീവിതത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ എഴുത്തുകളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ജീവിത വീക്ഷണത്തെക്കുറിച്ചുമാണ് പറയുന്നത്. The narrative includes an interview with the author, anecdotes from people associated with him and recitations of his poetry. ഇനി ഈ ഡോക്യുമെൻ്ററിക്കകത്ത് നമ്മൾ കാണുന്നത് ചാൾസ് ബുക്കോസ്കിയുമായിട്ടുള്ളൊരു ഇൻ്റർവ്യൂ, അതുപോലെ തന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യക്തികൾ, അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്തിരുന്ന ആൾ, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മകള്, അദ്ദേഹത്തിൻ്റെ വൈഫ് തുടങ്ങിയിട്ടുള്ള അദ്ദേഹവുമായി ബന്ധപ്പെട്ട വ്യക്തികളുമായിട്ടുള്ള ഒരു സംഭാഷണം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കവിതകളുടെ ഒരു അവതരണം എന്നിവയാണ് ഈ ഡോക്യുമെൻ്ററിക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ദി ഇനീഷ്യൽ പാർട്ട് ഡിസ്കസസ് ബുക്കോസ്കിസ് കണ്ടംപ്റ്റ് ഫോർ ഹ്യൂമൻ ഇൻ്ററാക്ഷൻ. ഈ ഡോക്യുമെൻ്ററിയുടെ തുടക്കത്തിൽ ബുക്കോസ്കിയുടെ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള നേച്ചറിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇൻ ദി ഇൻ്റർവ്യൂ ഹി എക്സ്പ്ലെയിൻസ് ഹിസ് അവേർഷൻ ടു പീപ്പിൾ ആൻഡ് ഹിസ് പ്രിഫറൻസ് ഫോർ ഐസൊലേഷൻ. ഇൻ്റർവ്യൂവിനകത്ത് അദ്ദേഹത്തിന് ആളുകളുമായിട്ട് സംസാരിക്കാനോ ഇടപഴകാനോ ഒന്നും താല്പര്യമില്ല, ഒറ്റയ്ക്കിരിക്കാനാണ് താല്പര്യപ്പെടുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നു. ഹിസ് ഡിസ്കംഫർട്ട് ഈസ് പിക്ചറൈസ്ഡ് ത്രൂ ആൻ അനക്ഡോട്ട് ഓഫ് എ കയോട്ടിക് പാർട്ടി വെർ ഹി ആക്ട്സ് അബ്സർഡ്ലി ബോത്ത് അട്രാക്ടിങ് ആൻഡ് ഡിസ്ട്രാക്ടിങ് ദ ഗസ്റ്റ്സ് പ്രസന്റ് അറ്റ് ദ പാർട്ടി. ഇനി അദ്ദേഹത്തിൻ്റെ ഈ ഒരു പെരുമാറ്റ രീതിയെ കുറിച്ചിട്ട് ഒരാൾ ഒരു അനക്ഡോട്ട് പങ്കുവയ്ക്കുന്നുണ്ട്. അയാളുടെ വീട്ടിൽ നടന്ന ഒരു പാർട്ടിക്ക് ചാൾസ് ബുക്കോസ്കി പങ്കെടുക്കാൻ വന്ന സംഭവത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഒരു ഫേമസ് ആയിട്ടുള്ള പോയിറ്റാണ് വരുന്നത് എന്ന് അറിഞ്ഞുകൊണ്ട് ആ പാർട്ടിയിലുള്ള ആളുകളൊക്കെ വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ആ പാർട്ടിയിൽ വന്നിട്ടുള്ള ബുക്കോസ്കി വളരെ വിചിത്രമായിട്ടുള്ള പെരുമാറ്റമാണ് അവിടെ നടത്തിയതെന്ന് പറയുന്നു. നേരത്തെ സൂചിപ്പിച്ച പോലെ അയാൾ മറ്റാളോട് സംസാരിക്കുന്നൊന്നുമില്ല. മാത്രമല്ല, കൂടുതൽ അയാൾ മദ്യപിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ വൈൻ ഗ്ലാസ്സുകളിലാക്കി ഒഴിച്ച് പാർട്ടിയിൽ വന്ന ആളുകൾക്ക് കൊടുത്തിട്ടുണ്ട്. ബുക്കോസ്കി അദ്ദേഹത്തിന്റെ വൈൻ ഗ്ലാസ് കാലിയാക്കിയതിനു ശേഷം മറ്റുള്ള ആളുകളുടെ വൈൻ ഗ്ലാസ് ഒക്കെ പോയി എടുത്ത് കുടിക്കുന്ന തരത്തിലുള്ള ഒരു പെരുമാറ്റമാണ് നടത്തുന്നത്. അതുകൂടാതെ തന്നെ അവിടെ ഡാൻസ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം വൾഗറായിട്ട് പെരുമാറുന്നതും, പിന്നെ അദ്ദേഹം അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ തിരിച്ചു പോകുന്ന ശേഷം വീണ്ടും അവിടേക്ക് വന്നിട്ട് പാർട്ടി നല്ലതാണെന്ന് പറയുന്നു. എന്നിട്ട് വീണ്ടും ആൾ തിരിച്ചു പോകുന്നു. അങ്ങനെയൊക്കെയുള്ള ആളുടെ ഒരു വിചിത്രമായിട്ടുള്ള ഒരു പെരുമാറ്റത്തെ കുറിച്ചിട്ട് ഒരു അനക്ഡോട്ട് അവിടെ പങ്കുവയ്ക്കുന്നു. ദ നറേറ്റീവ് ദെൻ പ്രസൻസ് എ വിഷ്വൽ ഇല്ലുസ്ട്രേഷൻ ഓഫ് ഹിസ് പോയം ദ മാൻ അറ്റ് ദ പിയാനോ. അതിനുശേഷം ഡോക്യുമെന്ററിയിൽ അദ്ദേഹത്തിന്റെ ഒരു കവിതയുടെ ദൃശ്യാവിഷ്കാരമാണ് കാണിക്കുന്നത്. ദ മാൻ അറ്റ് ദ പിയാനോ എന്നുള്ളൊരു പോയം ഡോക്യുമെന്ററിക്കകത്ത് അവതരിപ്പിക്കുന്നു. ഇറ്റ് ഈസ് അബൌട്ട് എ പിയാനോ പ്ലെയർ ഇൻ എ ബാർ ഹു പെർഫോംസ് മെക്കാനിക്കലി വിത്തൗട്ട് എനി പാഷൻ. ഈ പോയത്തിനകത്ത് ഒരു പിയാനോ പ്ലെയറിനെയാണ് അവതരിപ്പിക്കുന്നത്. ഒരു ബാറ് വിത്ത് റെസ്റ്റോറൻറ്റ്, അവിടെ ഒരു പിയാനോ പ്ലെയർ ഇങ്ങനെ പിയാനോ വായിക്കുകയാണ്. വേറെ ആരോ എഴുതിയിട്ടുള്ള ഒരു സോങ് ആണ് ആ പിയാനോ പ്ലെയർ വായിക്കുന്നത്. അയാൾക്ക് പ്രത്യേകിച്ചൊരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത രീതിയിലാണ് അത് കാണിച്ചിരിക്കുന്നത്. ദോസ് ഇൻ ദ ബാർ ആർ ഓൾസോ ഡിസ്ഇൻട്രസ്റ്റഡ് ഇൻ ലിസണിങ് ടു ദ പിയാനോ. ഇനി അവിടെ ഇരിക്കുന്ന ആളുകൾക്കാണെങ്കിൽ ആ പിയാനോ വായിക്കുന്നത് കേൾക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല. അവരവിടെ മദ്യപിക്കുകയും സംസാരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പിയാനോ വായിക്കുന്ന ആൾക്ക് അതിലൊരു താല്പര്യമില്ല, അത് കേൾക്കുന്ന ആളുകൾക്കും അതിലൊരു താല്പര്യമില്ല എന്നുള്ളൊരു ചിത്രമാണ് അവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. ദിസ് പോയം പോർട്രേസ് ദി എക്സോസ്റ്റിംഗ് നേച്ചർ ഓഫ് ഹ്യൂമൻ സൊസൈറ്റി. അപ്പോൾ മനുഷ്യ ജീവിതത്തിന്റെ ഒരു എക്സോസ്റ്റിംഗ് നേച്ചർ, വളരെ ക്ഷീണിപ്പിക്കുന്ന തരത്തിലുള്ള ആ പിയാനോ പ്ലെയർ അയാളുടെ ഒരു ജോലി എന്നുള്ള രീതിക്കാണ് അതിങ്ങനെ മെക്കാനിക്കലായിട്ട് ചെയ്യുന്നത്. അവിടെയുള്ള ആളുകൾക്ക് ഒരു താല്പര്യമില്ല, അപ്പോൾ അവിടെ ഒരു ഹ്യൂമൻ കണക്ഷൻ ഉണ്ടാവുന്നില്ല. അപ്പോൾ മനുഷ്യരുടെ പല പ്രവൃത്തികളും ഇതുപോലെ നിരർത്ഥകമാണ് എന്നുള്ള തരത്തിലൊരു ചിത്രമാണ് ഈ ഒരു പോയത്തിലൂടെ അദ്ദേഹം അവതരിപ്പിക്കുന്നത്. The next poem is titled The Notes of a Dirty Old Man. പിന്നീട് അവതരിപ്പിക്കുന്ന പോയം The Notes of a Dirty Old Man എന്ന പേരിലുള്ളതാണ്. It tells a story of a servant who gets spanked for leaving a single blade of grass longer than the others after cutting the grass. ഈ പോയത്തിനകത്ത്
ഒരു പുല്ല് വെട്ടുന്ന ഒരാളുടെ ഒരു കഥയാണ് പറയുന്നത്. ഒരു റിച്ച് ആയിട്ടുള്ള ആളുടെ വീട്ടിൽ ഇങ്ങനെ പുല്ല് വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ പുല്ല് വെട്ടുന്ന സമയത്ത് ഒരു പുല്ല് മാത്രം വെട്ടാൻ വിട്ടുപോയിട്ട് അത് മാത്രം അവിടെ ഒറ്റപ്പെട്ട് നിന്നതിന്റെ പേരിൽ അവിടെ മർദ്ദനം ഏറ്റുവാങ്ങേണ്ടി വന്ന അയാളുടെ അനുഭവമാണ് ആ ഒരു പോയത്തിനകത്ത് അവതരിപ്പിച്ചിട്ടുള്ളത്. It also represents his traumatic childhood, which is depicted as a formative influence shaping his creative writing. ഇനി ഈ പോയത്തിനകത്ത് അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്തെ ഒരു അനുഭവമാണ് അദ്ദേഹം അവിടെ പങ്കുവയ്ക്കുന്നത്. ഇപ്പോൾ ഈ പുല്ല് വെട്ടുന്ന സമയത്ത് ഒരൊറ്റ പുല്ല് മാത്രം വെട്ടാതിരുന്നതിന് അവിടെ മർദ്ദനം ഏറ്റുവാങ്ങാന്ന് പറഞ്ഞതുപോലെ കുട്ടിക്കാലത്ത് വളരെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾക്ക് അദ്ദേഹത്തിന്റെ പിതാവിൽ നിന്ന് അദ്ദേഹത്തിന് മർദ്ദനം ഏറ്റുവാങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം ആ കാര്യത്തെക്കുറിച്ച് ഓർക്കാനോ സംസാരിക്കാനോ താല്പര്യപ്പെടുന്നില്ല എന്ന രീതിയിലാണ് ഇന്റർവ്യൂവിനകത്ത് അതിനെക്കുറിച്ച് പറയുന്നത്. പക്ഷെ ആ അനുഭവങ്ങളിലൂടെ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള ഈ ഒറ്റപ്പെടലും വേദനയും ഒക്കെയാണ് അദ്ദേഹത്തിനെ എഴുത്തിന്റെ വഴിയിലേക്ക് എത്തിച്ചത് എന്ന രീതിയിൽ അദ്ദേഹം പറയുന്നു. The next phase signifies how writing becomes a way out from all materialistic things, which he conveys through a poem titled Writing. അപ്പോൾ അദ്ദേഹം എഴുതി തുടങ്ങുന്നതിനുണ്ടായിട്ടുള്ള ഒരു സാഹചര്യത്തെ കുറിച്ച് പറഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന്റെ എഴുത്തിനെ കുറിച്ചിട്ടാണ് അടുത്ത പോയത്തിൽ പറയുന്നത്. റൈറ്റിംഗ് എന്ന പോയത്തിനകത്ത് ഈ ജീവിതത്തിന്റെ നിരർത്ഥകതയിൽ നിന്ന് എഴുത്തിലൂടെ അദ്ദേഹം രക്ഷപ്പെടുന്നതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ദ പോയം സെലിബ്രേറ്റ്സ് റൈറ്റിംഗ് ആസ് ദി ഓൺലി മീനിങ്ഫുൾ പർപ്പസ് ആൻഡ് ഹോപ്പ് ഇൻ ലൈഫ്. ജീവിതത്തിലെ ഒരേ ഒരു ലക്ഷ്യവും പ്രതീക്ഷയുമായിട്ടാണ് എഴുത്തിനെ അദ്ദേഹം ആ പോയത്തിനകത്ത് അവതരിപ്പിക്കുന്നത്. ഇറ്റ് സെലിബ്രേറ്റ്സ് റൈറ്റിംഗ് ആസ് ദി ഓൺലി എക്സ്പെക്ടേഷൻ ആൻഡ് എക്സ്പ്ലനേഷൻ ഫോർ ലൈഫ്. ജീവിതത്തിലെ ഒരേ ഒരു എക്സ്പെക്ടേഷൻ, അതുപോലെ തന്നെ ജീവിതത്തിന് കൊടുക്കാവുന്ന ഒരേ ഒരു എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ജീവിതത്തിന്റെ ഒരേ ഒരു അർത്ഥം എന്നുള്ള രീതിയിലും, അതുപോലെ റൈറ്റിങ്ങിനെ ഒരു സൈക്കാട്രിസ്റ്റ് എന്നൊക്കെയാണ് അദ്ദേഹം ഈ പോയത്തിനകത്ത് വിളിക്കുന്നത്. അത്തരത്തിൽ ഈ ജീവിതത്തിന്റെ നിരർത്ഥകതയിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട് എഴുത്ത് എങ്ങനെയാണ് അദ്ദേഹത്തിന് സഹായിക്കുന്നത് എന്നതിനെ കുറിച്ചിട്ടൊക്കെ അദ്ദേഹം പറയുന്നു. ദ ഡോക്യുമെന്ററി ഓൾസോ ഇന്റർവ്യൂസ് ഹിസ് പബ്ലിഷർ. പിന്നീട് ഈ ഡോക്യുമെന്ററിക്കകത്ത് ഇദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്തിട്ടുള്ള പബ്ലിഷറിനെ കാണിക്കുന്നുണ്ട്. ഹി എക്സ്പ്ലെയിൻസ് ദാറ്റ് ബുക്കോവ്സ്കി ഡിഡ് നോട്ട് ഹാവ് ദ കോൺഫിഡൻസ് ടു പെർസ്യൂ എ റൈറ്റിംഗ് കരിയർ ആഫ്റ്റർ ഹിസ് ഇനീഷ്യൽ അറ്റംപ്റ്റ്സ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ബുക്കോവ്സ്കി ആദ്യം ഒരു പുസ്തകം എഴുതുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇദ്ദേഹത്തെ സമീപിച്ചിരുന്നു. പക്ഷെ ആ സമയത്ത് അദ്ദേഹത്തിന് അതിനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. പിന്നീട് കുറെ കാലത്തിന് ശേഷമാണ് അദ്ദേഹം വീണ്ടും സമീപിക്കുന്നത് എന്നാണ് പബ്ലിഷർ ഓർക്കുന്നത്. He was banished for years, living on the road and working in a post office. വർഷങ്ങളോളം അദ്ദേഹം ഒറ്റപ്പെട്ടൊരു ജീവിതമാണ് നയിക്കുന്നത്. അദ്ദേഹം അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയും അതുപോലെ തന്നെ ഒരു പോസ്റ്റ് ഓഫീസിൽ അദ്ദേഹം 11 വർഷത്തോളം ജോലി ചെയ്യുകയും ചെയ്യുന്നുണ്ട്. The documentary later elaborates on his work history at the post office, where he struggled to survive for more than a decade. അദ്ദേഹത്തിന്റെ പോസ്റ്റ് ഓഫീസിൽ ഉണ്ടായിരുന്ന ആ ജോലിയുടെ ആ ഒരു കഷ്ടപ്പാടിനെ കുറിച്ചിട്ട് അതിനകത്ത് വിശദമായിട്ട് പറയുന്നുണ്ട്. അവിടെ അദ്ദേഹത്തിന്റെ ജോലി എന്ന് പറയുന്നത് ഈ പോസ്റ്റൽ കോഡുകൾ, പിൻകോഡുകൾ അനുസരിച്ചുകൊണ്ട് കത്തുകളെ ഓരോ റാക്കുകളിലേക്ക് അടക്കി വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ റാക്കുകൾ കൊണ്ടുള്ളൊരു റൂമിലാണ് അദ്ദേഹം ഇരിക്കുന്നത് ഒറ്റയ്ക്ക്. ഒരുപാട് കത്തുകൾ അത് പിൻകോഡ് നോക്കിക്കൊണ്ട് അടക്കി വെക്കുക എന്നുള്ള ജോലിയാണ് ചെയ്യുന്നത്. അത് തന്നെ മടുപ്പിക്കുന്ന ഒരു ജോലിയാണ് നമുക്കറിയാം. പക്ഷെ അത് മാത്രമല്ല, അത് കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇത്ര കത്തുകൾ അവിടെ അടക്കി വെക്കേണ്ടതുണ്ട് എന്നൊരു നിബന്ധന അദ്ദേഹത്തിന്റെ ജോലിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതല്ലെങ്കിൽ അദ്ദേഹത്തിന് ജോലി നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അത് മടുപ്പിക്കുന്ന ജോലിയാണെന്ന് മാത്രമല്ല, അത് ഇത്ര കത്തുകൾ ദിവസം ചെയ്യണം എന്നുള്ള ഇതിലൊരു ടാർഗറ്റും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് കഷ്ടപ്പെടുന്ന അനുഭവത്തിലൂടെ അദ്ദേഹം ആ ജോലിയുമായി ബന്ധപ്പെട്ടിട്ട് കടന്നുപോയി എന്നെല്ലാം അവിടെ പറയുന്നുണ്ട്. ഹി എക്സ്പ്രസ്ഡ് ദിസ് എക്സ്പീരിയൻസ് ഇൻ എ പോയം ടൈറ്റിൽഡ് പോസ്റ്റ് ഓഫീസ്. പിന്നീട് പോസ്റ്റ് ഓഫീസ് എന്ന പേരിൽ ഒരു പോയത്തിൽ അദ്ദേഹം ഈ അനുഭവത്തെ കുറിച്ചിട്ടൊക്കെ എഴുതുന്നുണ്ട്. ബുക്കോവ്സ്കി ട്രൈസ് ടു കൺവേർട്ട് ഹിസ് ലൈഫ് എക്സ്പീരിയൻസസ് ഇൻ ടു ഹ്യൂമർ, വിച്ച് ബിക്കെയിം ദി ഫൗണ്ടേഷൻ ഫോർ ഹിസ് സ്റ്റോറീസ്. ഇനി ഇദ്ദേഹത്തിന്റെ ഈ ജീവിത അനുഭവങ്ങളെല്ലാം ഹാസ്യത്തിലൂടെയാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. അദ്ദേഹത്തിന്റെ കഥകളിലും നോവലുകളിലും അതുപോലെ തന്നെ കവിതകളിലും എല്ലാം തന്നെ അത്തരത്തിലുള്ള ആവിഷ്കാരമാണ് നമ്മൾ കാണുന്നത്. The documentary also touches on his personal life and his relationship with his daughter and his wife. പിന്നീട് അദ്ദേഹത്തിന്റെ പേഴ്സണൽ ലൈഫിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളും ഈ ഡോക്യുമെന്ററിക്കകത്ത് പറയുന്നുണ്ട്. പ്രത്യേകിച്ചും അദ്ദേഹത്തിന്റെ മകള്, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വൈഫ് എന്നിവരെയൊക്കെ ഈ ഡോക്യുമെന്ററിക്കകത്ത് ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട്. അവർക്കും സ്വാഭാവികമായിട്ടും ഇദ്ദേഹത്തിന്റെ ഈ ഒറ്റപ്പെട്ട സ്വഭാവത്തെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയാനുള്ളത്. He did not engage in celebrity activities like appearing on talk shows, as he feared losing his soul and becoming a clown-like figure.
ഇനി അദ്ദേഹം ഒരുപാട് പ്രശസ്തനായതിനു ശേഷവും അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഒറ്റപ്പെട്ട ജീവിതത്തിൽ നിന്ന് അദ്ദേഹത്തിന് ഒരു മാറ്റം വരുത്തുന്നില്ല. അദ്ദേഹം TV ഷോകളിലോ അല്ലെങ്കിൽ മറ്റ് ഇൻ്റർവ്യൂകളിലോ ഒന്നും പങ്കെടുക്കാനൊന്നും പോകുന്നില്ല. അദ്ദേഹം അതിലെല്ലാം പോകുന്നത് ഒരു കോമാളിത്തരം ആയിട്ടുള്ള പ്രവൃത്തിയായിട്ടാണ് കാണുന്നത്. ബുക്കോസ്കി ഈസ് പോർട്രേഡ് ആസ് സിനിക്കൽ യെറ്റ് ഹ്യൂമറസ്, സ്ട്രഗ്ലിംഗ് യെറ്റ് റെസീലിയൻറ്റ് ആൻഡ് ഇൻറ്റൻസ്ലി കമ്മിറ്റഡ് ടു ഹിസ് ക്രാഫ്റ്റ് ഓഫ് റൈറ്റിംഗ് ഡിസ്പൈറ്റ് ഓൾ ദ ചലഞ്ചസ് ഹി എൻഡ്യൂർഡ്. അപ്പോൾ ബുക്കോസ്കിയെ ഇവിടെ അവതരിപ്പിക്കുന്നത് ഒരു സിനിക്കലായിട്ടുള്ള, ജീവിതത്തെ വളരെ വിമർശന ബുദ്ധിയോട് കൂടിയിട്ട് നിരീക്ഷിക്കുന്ന ഒരാളാണ്. എന്നാൽ അതേ സമയത്ത് ഹ്യൂമറസ് ആയിട്ടുള്ള ഹാസ്യം കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ്. അദ്ദേഹം ഒരുപാട് സ്ട്രഗിൾ ചെയ്യുകയും എന്നാൽ അതേ സമയത്ത് തന്നെ ഒരുപാട് നിശ്ചയദാർഢ്യവുമുള്ള ഒരു കഥാപാത്രമായിട്ടാണ് ഈ ഡോക്യുമെൻ്ററിക്കകത്ത് അവതരിപ്പിക്കുന്നത്. ഇനി ഇതിലെ നോട്ട്സ് ആണ്. ആദ്യം ഷോർട്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. How did Bukowski's life and understandings in Los Angeles affect his writings? ഇനി അദ്ദേഹത്തിൻ്റെ ലോസ് ആഞ്ചലസ് നഗരത്തിലുള്ള ജീവിതവും അനുഭവങ്ങളുമെല്ലാം അദ്ദേഹത്തിൻ്റെ എഴുത്തിനെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്? Bukowski's life in Los Angeles, marked by poverty, isolation and harsh working conditions, deeply influenced his writing. അദ്ദേഹത്തിൻ്റെ ലോസ് ആഞ്ചലസിലുള്ള ജീവിതം നമ്മൾ നേരത്തെ കണ്ടതുപോലെ ദാരിദ്ര്യത്തിൻ്റെയും ഒറ്റപ്പെടലിൻ്റെയും അതുപോലെ തന്നെ വളരെ പ്രയാസകരമായിട്ടുള്ള ജോലിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അത്തരം കാര്യങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ എഴുത്തിനെ സ്വാധീനിച്ചതായിട്ട് നമുക്ക് കാണാം. ഹിസ് വർക്ക്സ് ഓഫ്റ്റൻ പോർട്രേ ദ ഗ്രിറ്റി റിയാലിറ്റീസ് ഓഫ് അർബൻ ലൈഫ്, റിഫ്ലക്റ്റിംഗ് ഹിസ് ഡിസ്റ്റൈൻ ഫോർ സൊസൈറ്റൽ നോംസ് ആൻഡ് ഹിസ് എക്സ്പീരിയൻസസ് ഇൻ ദ സിറ്റി. അപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ കവിതകൾക്കകത്ത് ഈ ജീവിതത്തിലെ ഈ ഒരു ആവർത്തന വിരസത, അതുപോലെ തന്നെ മടുപ്പിക്കുന്ന അനുഭവങ്ങൾ തുടങ്ങിയവയെ കുറിച്ചിട്ടൊക്കെ അദ്ദേഹം എഴുതുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സൊസൈറ്റൽ നോംസ്, സമൂഹത്തിൻ്റെ നിയമങ്ങളും ചട്ടക്കൂടുകളും ഒന്നും അനുസരിക്കാത്ത ഒരു വ്യക്തിയായിട്ടാണ് അദ്ദേഹത്തെ നമ്മൾ കാണുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ലോസ് ആഞ്ചലസിലുള്ള ജീവിത അനുഭവങ്ങൾ ഒക്കെ തന്നെയും ഇത്തരത്തിൽ ഈ ജീവിതത്തിൻ്റെ ഈ മടുപ്പിക്കുന്ന ആവർത്തന വിരസതയെ കുറിച്ചിട്ടൊക്കെ എഴുതുന്നതിന് അദ്ദേഹത്തെ ഇൻഫ്ലുവൻസ് ചെയ്തതായിട്ട് നമ്മൾ കാണുന്നു. എക്സ്പ്ലെയിൻ ബുക്കോസ്കീസ് ഡെഫിയൻസ് ടുവേർഡ്സ് സെലിബ്രിറ്റി ആൻഡ് ഫെയിം ആസ് ഡെപിക്റ്റഡ് ഇൻ ദ ഡോക്യുമെൻ്ററി. ഇനി ബുക്കോസ്കി നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒറ്റപ്പെട്ട ഒരു ജീവിതമാണ് ജീവിക്കുന്നത്. അദ്ദേഹത്തിന് പ്രശസ്തിക്കും മറ്റും താല്പര്യമുണ്ടായിരുന്നില്ല. അതെങ്ങനെയാണ് ഡോക്യുമെൻ്ററിക്കകത്ത് അവതരിപ്പിക്കുന്നത്? Bukowski rejected celebrity culture, fearing it would compromise his authenticity and turn him into a clown-like figure. അദ്ദേഹം നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഒന്നും ഇഷ്ടപ്പെട്ടിരുന്നില്ല. അദ്ദേഹം ഒരു കോമാളിയാവും എന്നാണ് അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നത്. He avoided talk shows and other public appearances, prioritizing his integrity as a writer over fame. അദ്ദേഹം ഈ ടോക്ക് ഷോസോ അതുപോലെ തന്നെ സെലിബ്രിറ്റികളുടെ മറ്റ് പ്രോഗ്രാമുകളിലൊന്നും പങ്കെടുക്കുന്നില്ല. അദ്ദേഹം ഒരു റൈറ്റർ എന്നുള്ള രീതിയിൽ മാത്രമാണ് ഈ ഫേമസ് ആയതിനു ശേഷവും ഫോക്കസ് ചെയ്യുന്നത്. ബുക്കോസ്കീസ് അൺകൺവെൻഷണൽ ലൈഫ് സ്റ്റൈൽ ആൻഡ് ഏർലി എക്സ്പീരിയൻസസ് ഇൻഫ്ലുവൻസ് ഹിസ് പോർട്രേയൽ ഓഫ് ക്യാരക്ടേഴ്സ് ഇൻ ഹിസ് റൈറ്റിംഗ്. കമൻറ്റ്. ഇനി ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു വ്യത്യസ്തമായിട്ടുള്ള ജീവിത രീതിയും അതുപോലെ അനുഭവങ്ങളുമെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ എഴുത്തിലെ ക്യാരക്ടേഴ്സിനെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ചാണ് ചോദിക്കുന്നത്. ബുക്കോസ്കീസ് അൺകൺവെൻഷണൽ ലൈഫ് സ്റ്റൈൽ, ഇൻക്ലൂഡിംഗ് ഹിസ് ഇയേഴ്സ് ഓഫ് മീനിയൽ ജോബ്സ് ആൻഡ് ട്രാൻസിയന്റ് ലിവിംഗ്, along with his traumatic childhood, shaped the flawed and raw characters in his writing. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അൺകൺവെൻഷണൽ ലൈഫ് സ്റ്റൈൽ നമ്മൾ പറഞ്ഞിരുന്നു. അദ്ദേഹം കുറേ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മലയാളത്തിൽ നമുക്ക് പരിചിതമായിട്ടുള്ള അയ്യപ്പനെ പോലുള്ളൊരു ലൈഫ് സ്റ്റൈലാണ് ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അപ്പോൾ അത്തരത്തിൽ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയും അതുപോലെ തന്നെ ആൽക്കഹോളിക് ആയിട്ട് നടക്കുകയും പിന്നെ പോസ്റ്റ് ഓഫീസിൽ വളരെ മടുപ്പിക്കുന്ന ആ ജോലി ചെയ്തിട്ടുള്ള അനുഭവം, ഇതുകൂടാതെ അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്ത് ഉണ്ടായിട്ടുള്ള ട്രോമാറ്റിക് ആയിട്ടുള്ള അനുഭവത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഇത്തരം കാര്യങ്ങൾ എല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടേഴ്സിലും ആവർത്തിച്ചു വരുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. His protagonists often reflect the struggles of marginalized individuals, mirroring his personal experiences. അദ്ദേഹത്തിൻ്റെ ക്യാരക്ടേഴ്സ് പലപ്പോഴും ഇതുപോലെ പാർശ്വവൽകൃതരായിട്ടുള്ള ഒറ്റപ്പെട്ട ആളുകളായിട്ടാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൻ്റെ ഒരു സ്വാധീനം നമുക്കവിടെ കാണാവുന്നതാണ്. What might have been the view of contemporary social media culture according to Bukowski? ഇനി ബുക്കോസ്കിയെ സംബന്ധിച്ചിട്ട് അദ്ദേഹം എന്തുണ്ടായിരുന്നെങ്കിൽ ഈ സോഷ്യൽ മീഡിയ കൾച്ചറിനെ കുറിച്ച് എന്ത് പറയുമായിരുന്നാണ് ചോദിക്കുന്നത്. Bukowski would likely have viewed contemporary social media culture with disdain. അദ്ദേഹം ഒരു പുച്ഛത്തോട് കൂടിയിട്ടായിരിക്കും ഇന്നത്തെ സോഷ്യൽ മീഡിയ കൾച്ചറിനെ നോക്കി കാണുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. He would criticize its superficiality and performative nature, making it a world of pretenses. സോഷ്യൽ മീഡിയക്കകത്ത് ആളുകൾ ഒരുപാട് നാട്യങ്ങളാണ് കാണിക്കുന്നത്, അത് റിയൽ ലൈഫ് അല്ല.
അതുകൊണ്ട് തന്നെ അദ്ദേഹം അതിനെ വിമർശിക്കാനും അതുപോലെ തന്നെ പുച്ഛിക്കാനുമാണ് സാധ്യത എന്ന് നമുക്ക് പറയാവുന്നതാണ്. How did Bukowski's relationships and personal struggles develop as a source of inspiration for his creative writing? ഇനി ഇദ്ദേഹത്തിൻ്റെ റിലേഷൻഷിപ്സും അതുപോലെ തന്നെ പേഴ്സണൽ എക്സ്പീരിയൻസും സ്ട്രഗിൾസും എല്ലാം ഇദ്ദേഹത്തിൻ്റെ റൈറ്റിങ്ങിന് ഒരു ഇൻസ്പിറേഷൻ ആവുന്നത് എങ്ങനെയാണ്? Bukowski's relationships, including those with his daughter and wife, as well as his personal struggles with addiction and loneliness, served as rich material for his creative writing. ഇദ്ദേഹത്തിൻ്റെ റിലേഷൻഷിപ്സ്, പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ മകളുമായിട്ടും വൈഫുമായിട്ടും ഉണ്ടായിരുന്നത്, അതുകൂടാതെ തന്നെ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്ട്രഗിൾസ്, അദ്ദേഹത്തിൻ്റെ അഡിക്ഷൻ, ആൽക്കഹോളിക് അഡിക്ഷൻ, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒറ്റപ്പെട്ടിട്ടുള്ള ഒരു ജീവിതം, അദ്ദേഹത്തിൻ്റെ മറ്റ് പ്രയാസങ്ങൾ തുടങ്ങിയവയെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ ക്രിയേറ്റീവ് റൈറ്റിങ്ങിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, അതിൽ നിന്ന് ഇൻസ്പിറേഷൻ എടുക്കുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. These experiences added depth and emotional authenticity to his work, often exploring themes of love, pain and resilience. അദ്ദേഹത്തിൻ്റെ വർക്കുകളിൽ പ്രധാനമായിട്ട് വരുന്ന തീം നമ്മൾ കാണുന്നത് ലവ്, പെയിൻ ആൻഡ് റെസിലിയൻസ്, സ്നേഹം, വേദന, ഒറ്റപ്പെടൽ, അതുപോലെ തന്നെ ഈ ഒരു നിശ്ചയദാർഢ്യം, ഈ നിരർത്ഥകമായ ജീവിതവും ഇങ്ങനെ നിശ്ചയദാർഢ്യത്തോടുകൂടി നേരിടുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. ഇത്തരം തീമുകളൊക്കെ അദ്ദേഹം എഴുതുന്നതിന് അദ്ദേഹത്തിൻ്റെ ഈ എക്സ്പീരിയൻസുകളെല്ലാം തന്നെ ഇൻഫ്ലുവൻസ് ചെയ്തതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ഇനി ഇതിൽ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ചോദ്യം, ഡിസ്കസ് ബുക്കോസ്കീസ് പോർട്രയൽ ഓഫ് ദ ഹ്യൂമൻ കണ്ടീഷൻ ആസ് പ്രസന്റഡ് ഇൻ ദ ഡോക്യുമെന്ററി. ഇനി മനുഷ്യ അവസ്ഥയെ കുറിച്ചിട്ട് ബുക്കോസ്കി എന്ത് പറയുന്നതായിട്ടാണ് ഈ ഡോക്യുമെന്ററിയിൽ നമ്മൾ കാണുന്നത്? ബുക്കോസ്കി ഹൈലൈറ്റ്സ് ദി ഇൻഹറന്റ് സ്ട്രഗിൾസ് ഓഫ് ഹ്യൂമൻ ലൈഫ്, എംഫസൈസിംഗ് തീംസ് ഓഫ് ഐസൊലേഷൻ, ഡിസാറ്റിസ്ഫാക്ഷൻ ആൻഡ് ഇമോഷണൽ പെയിൻ. മനുഷ്യ ജീവിതത്തിലെ ദുരിതങ്ങളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ബുക്കോസ്കി ഫോക്കസ് ചെയ്യുന്നത്. അദ്ദേഹം ഒറ്റപ്പെടല്, അതുപോലെ തന്നെ ഡിസാറ്റിസ്ഫാക്ഷൻ, നിരാശ, അതുപോലെ തന്നെ ഇമോഷണൽ പെയിൻ തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചെല്ലാം എഴുതുന്നു. ഹിസ് പോർട്രയൽ സജസ്റ്റ് ദാറ്റ് പീപ്പിൾ ഡിസ്പൈറ്റ് ദെയർ ഫ്ലോസ് ആൻഡ് സഫറിംഗ് possess a resilience that keeps them moving forward in a world that often feels meaningless. അപ്പോൾ അദ്ദേഹത്തിന്റെ ചിത്രീകരണത്തിൽ നമ്മൾ കാണുന്നത് ഏറെക്കുറെ നിരർത്ഥകമായിട്ടുള്ള ഒരു ലോകത്തിലും ജീവിതത്തിലും ഇത്തരം പ്രയാസങ്ങളെല്ലാം ഉണ്ടായിട്ട് തന്നെ നിശ്ചയദാർഢ്യത്തോടു കൂടി ആളുകൾ മുന്നോട്ട് പോകുന്നതായിട്ടാണ്. The documentary shows how Bukowski's writing reflects his view that life is often a monotonous and exhausting struggle where individuals are trapped by their circumstances. ഇനി അദ്ദേഹത്തിന്റെ കവിതകളിൽ, പ്രത്യേകിച്ചും ദ മാൻ അറ്റ് ദ പിയാനോ എന്നുള്ള പോയം ഈ ഡോക്യുമെന്ററിക്കകത്ത് കാണിക്കുന്നുണ്ട്. അതിനകത്തെല്ലാം തന്നെ ആളുകൾ അവരുടെ സാഹചര്യങ്ങളും ചുറ്റുപാടുകളും കൊണ്ട് ഈ മടുപ്പിക്കുന്ന ഒരു കാര്യങ്ങളിലൂടെ ജീവിച്ചു പോകുന്നതായിട്ടുള്ള ചിത്രമാണ് അവതരിപ്പിക്കുന്നത്. Despite this bleak view, Bukowski injects humor into his work, finding absurdity in life's difficulties. അങ്ങനെ ജീവിതത്തെ കുറിച്ചിട്ട് ഇത്തരത്തിലുള്ള ഒരു വീക്ഷണമാണ് അദ്ദേഹത്തിന് ഉള്ളത് എങ്കിലും അദ്ദേഹം ഒരു ഹ്യൂമർ ചേർത്തുകൊണ്ടാണ് ഈ വിഷയത്തെ കുറിച്ചെല്ലാം തന്നെ എഴുതുന്നത്. His cynical perspective allows him to critique society without losing his sense of irony. അപ്പോൾ ഇത്തരത്തിൽ ഒരു വിമർശനാത്മകമായിട്ടുള്ള ഒരു വീക്ഷണമാണ് അദ്ദേഹത്തെ മനുഷ്യ അവസ്ഥയെ കുറിച്ചിട്ടുള്ളത്. പ്രധാനമായിട്ടും മടുപ്പിക്കുന്നതും നിരർത്ഥകവും അതുപോലെ തന്നെ ആവർത്തന വിരസവുമായിട്ടുള്ള ഒന്നാണ് അദ്ദേഹം മനുഷ്യാവസ്ഥയെക്കുറിച്ചും സമൂഹത്തെക്കുറിച്ചും കരുതുന്നത്. അതെല്ലാം തന്നെ ഹ്യൂമർ ചേർത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ കവിതകളിലൂടെ അദ്ദേഹം അവതരിപ്പിക്കുന്നു. എക്സ്പ്ലെയിൻ ദ ഫിലോസഫി ഓഫ് ലൈഫ് ഓഫ് ചാൾസ് ബുക്കോസ്കി. ഇനി ഇദ്ദേഹത്തിന്റെ ജീവിത വീക്ഷണത്തെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത്. Bukowski's philosophy of life centers on the belief that existence is inherently absurd, flawed and often cruel. അദ്ദേഹത്തിന്റെ ജീവിത വീക്ഷണത്തിലെ അടിസ്ഥാനം എന്ന് പറയുന്നത് ജീവിതം എന്ന് പറയുന്നത് നിരർത്ഥകമാണ്, പലപ്പോഴും അത് പ്രയാസങ്ങൾ നിറഞ്ഞതും ക്രൂരവുമാണ് എന്നുകൂടി അദ്ദേഹം കരുതുന്നു. He rejected the idealized notions of success, happiness and conventional morality that society promotes. ഇനി സമൂഹം ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങളെല്ലാം തന്നെ അദ്ദേഹം നിരസിക്കുകയാണ് ചെയ്യുന്നത്. സമൂഹത്തിന്റെ ഈ പ്രിറ്റൻസസുകൾ, സമൂഹത്തിൽ ആളുകൾ ഓരോ റോളുകൾ എടുത്ത് അഭിനയിക്കുകയാണ് ചെയ്യുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം അദ്ദേഹം എതിർക്കുന്നു. He embraced a kind of existential realism, focusing on the authenticity of one's own experiences, no matter how gritty or painful. ഒരു തരത്തിൽ അദ്ദേഹത്തിന് ഒരു എക്സിസ്റ്റൻഷ്യൽ ഫിലോസഫിയാണ് ഉണ്ടായിരുന്നത്. അതായത് സ്വന്തം ജീവിതത്തെ കുറിച്ച് തന്നെ ഉള്ളൊരു വീക്ഷണം, അത് എത്രമാത്രം മോശവും അതുപോലെ തന്നെ വേദനാജനകവുമാണെങ്കിലും താൻ മറ്റൊരാളായിട്ട് അഭിനയിക്കാതെ തൻ്റെ ഒരു ഇൻഡിവിജ്വാലിറ്റി നിലനിൽക്കുക എന്നുള്ളൊരു വീക്ഷണമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. He believed that people should confront the aspects of life without pretenses. അപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സമൂഹം ആവശ്യപ്പെടുന്ന രീതിയിലുള്ള ഓരോ റോളുകളിലേക്ക് മാറാതെ എല്ലാവരും അവരവരായിട്ട് തന്നെ നിൽക്കുക എന്നുള്ളൊരു വീക്ഷണമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. At its core,
ബുക്കോസ്കിസ് ഫിലോസഫി ക്യാൻ ബി സീൻ ആസ് എൻ അസർട്ടേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഫ്രീഡം. ഇനി അദ്ദേഹത്തിന്റെ ഫിലോസഫിയെ അടിസ്ഥാനപരമായിട്ട് നമുക്ക് ഇൻഡിവിജ്വൽ ഫ്രീഡം എന്ന് വിളിക്കാവുന്നതാണ്. ഫ്രീഡം ഫ്രം സൊസൈറ്റൽ നോംസ്, ഫ്രം ദ പ്രഷർ ടു കൺഫേം ആൻഡ് ഫ്രം ദ നീഡ് ഫോർ വാലിഡേഷൻ. സമൂഹത്തിന്റെ നാട്യങ്ങളിൽ നിന്നുള്ള ഒരു മോചനവും സമൂഹം ആവശ്യപ്പെടുന്ന രീതിയിലേക്ക് വ്യക്തികൾ മാറാതെ ഇൻഡിവിജ്വൽ ഫ്രീഡം എംബ്രേസ് ചെയ്യുക എന്നൊരു ഫിലോസഫിയാണ് അദ്ദേഹത്തിൽ നമ്മൾ കാണുന്നത്. He believed that true freedom came through embracing the suffering, absurdity and the imperfection of life while remaining unapologetically authentic. അപ്പോൾ അദ്ദേഹം ഈ ട്രൂ ഫ്രീഡം എന്ന് പറയുന്നത് സമൂഹം ആവശ്യപ്പെടുന്ന രീതിയിലേക്ക് നമ്മളെ മാറ്റിയെടുക്കാതെ നമ്മുടെ ട്രൂ ഐഡന്റിറ്റിയുമായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഫിലോസഫി ഓഫ് ലൈഫായിട്ട് നമ്മൾ കാണുന്നത്. ഇനി ഇതിലെ എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ചോദ്യം, how does Charles Bukowski present the theme of the depravity of urban life in his poetry? ഇനി അദ്ദേഹത്തിന്റെ പോയട്രിക്കകത്ത് ഡിപ്രവിറ്റി എന്ന് പറയുന്നത് മൂല്യച്യുതിയാണ്. അപ്പോൾ നഗരജീവിതത്തിന്റെ മൂല്യച്യുതിയെ എങ്ങനെയാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്? Bukowski uses urban life, particularly in Los Angeles, as a backdrop to explore the bleakness, isolation and the moral decay that often accompany modern cities. ഇനി അദ്ദേഹത്തിന്റെ ഈ പോയത്തിനകത്ത് അദ്ദേഹം ജീവിച്ചിരുന്ന ലോസ് ആഞ്ചലസ് ആണ് ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് അദ്ദേഹം എടുക്കുന്നത്. അതിനകത്ത് ജീവിതത്തിന്റെ ഈ ഒരു നിരർത്ഥകതയും ഒറ്റപ്പെടലും അതുപോലെ തന്നെ മൂല്യച്യുതിയും എല്ലാം അദ്ദേഹം അവതരിപ്പിക്കുന്നു. ഹിസ് പോയട്രി വിവിഡ്ലി പോർട്രേറ്റ്സ് ദ ഹാർഷ്നെസ് ആൻഡ് മൊണോട്ടണി ഓഫ് സിറ്റി ലിവിംഗ്. നഗരജീവിതത്തിന്റെ ഒരു ഹാർഷ്നെസ്സും അതുപോലെ തന്നെ അതിന്റെ മൊണോട്ടണസ് നേച്ചറും, അതിന്റെ മടുപ്പിക്കുന്ന ഒരു നേച്ചറും, അതായത് എല്ലാ ദിവസവും ഇങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളുകളുടെ ഒരു അവസ്ഥയെക്കുറിച്ചിട്ട് അദ്ദേഹത്തിന്റെ പോസ്റ്റ് ഓഫീസ് ജോലിയുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അത്തരത്തിൽ ആ ഒരു മടുപ്പിക്കുന്ന നേച്ചറും ഹാർഷ്നെസ്സും എല്ലാം തന്നെ അദ്ദേഹത്തിന്റെ പോയട്രിയിൽ അദ്ദേഹം അവതരിപ്പിക്കുന്നു. ബുക്കോസ്കിസ് പോയം ദ മാൻ അറ്റ് ദ പിയാനോ ക്യാപ്ചേഴ്സ് ദ മെക്കാനിക്കൽ നേച്ചർ ഓഫ് urban എക്സിസ്റ്റൻസ്. ഇനി നഗരത്തിലുള്ള യാന്ത്രികമായിട്ടുള്ള ജീവിതത്തിന്റെ ഒരു ചിത്രം അദ്ദേഹത്തിന്റെ ദ മാൻ അറ്റ് ദ പിയാനോ എന്ന പോയത്തിനകത്ത് അവതരിപ്പിക്കുന്നു. ദ പിയാനിസ്റ്റ് അൺഇൻസ്പയർഡ് പ്ലേയിങ് ഇൻ എ ബാർ അലോങ് വിത്ത് ദി ഇൻഡിഫറൻസ് ഓഫ് ദി ഓഡിയൻസ് റിഫ്ലക്ട്സ് ദി ഇമോഷണൽ നംബ്നെസ് ആൻഡ് റിപ്പീറ്റീവ്നെസ് ഓഫ് ലൈഫ് ഇൻ ദ സിറ്റി. അപ്പോൾ പോയത്തിനകത്ത് നമ്മൾ കാണുന്നത് ഒരു ജോലി എന്നുള്ള രീതിയിൽ ഒരു പിയാനിസ്റ്റ് പ്രത്യേകിച്ച് വികാരങ്ങളൊന്നും ഇല്ലാതെ പിയാനോ വായിച്ചുകൊണ്ടിരിക്കുന്നതും കേൾക്കാനിരിക്കുന്ന ഓഡിയൻസിനാണെങ്കിൽ അവർക്കും ഒരു താല്പര്യമില്ലാത്തതുമായിട്ടുള്ള ഒരു രീതിയിലാണ്. അപ്പോൾ ഇത്തരത്തിൽ മടുപ്പിക്കുന്ന ജോലികളും അതുപോലെ തന്നെ ആവർത്തന വിരസതയും ഒക്കെ നിറഞ്ഞതാണ് നഗരജീവിതം എന്നുള്ള ചിത്രമാണ് അദ്ദേഹത്തിന്റെ പോയത്തിനകത്ത് അവതരിപ്പിക്കുന്നത്. ബുക്കോസ്കിസ് വർക്ക് ഓഫ്റ്റൻ എംഫസൈസസ് ദി ഐസൊലേഷൻ ദാറ്റ് പ്രിവേർഡ് സിറ്റി ലൈഫ്. നഗരജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏകാന്തതയെ കുറിച്ചിട്ട്, ഒറ്റപ്പെടലിനെ കുറിച്ചിട്ട് അദ്ദേഹത്തിന്റെ കവിതകളിൽ അദ്ദേഹം അവതരിപ്പിക്കുന്നു. ഡിസ്പൈറ്റ് ബീയിങ് സറൗണ്ടഡ് ബൈ പീപ്പിൾ, ഹിസ് ക്യാരക്ടേഴ്സ് ഫ്രീക്വന്റ്ലി എക്സ്പീരിയൻസ് എ സെൻസ് ഓഫ് പ്രൊഫൗണ്ട് ലോൺലിനെസ്. ഈ നഗരങ്ങൾ നമുക്കറിയാം, അവിടെ ഒരുപാട് ആളുകൾ തിങ്ങി താമസിക്കുന്ന ഒരു പ്രദേശമാണ്. പക്ഷെ എങ്കിൽ കൂടിയും ആളുകൾ തമ്മിൽ ഒരു പരസ്പര ബന്ധമില്ലാതിരിക്കുകയും അതുപോലെ ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥയുമാണുള്ളതെന്ന് അദ്ദേഹത്തിന്റെ ക്യാരക്ടേഴ്സിലൂടെ നമ്മൾ കാണുന്നു. urban life in Bukowski's view contributes to a growing emotional disconnection. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഇമോഷണൽ ഡിസ്കണക്ഷന് അർബൻ ലൈഫ് കാരണമാവുന്നു എന്ന് അദ്ദേഹത്തിന്റെ കവിതകളിലും കഥകളിലുമെല്ലാം നമ്മൾ കാണുന്നു. ബുക്കോസ്കി ക്രിട്ടിക്സ് മോഡേൺ ലൈഫ്, showing how it imposes oppressive soul-deadening routines on its inhabitants. ഇനി മോഡേൺ ലൈഫിനകത്ത് ആളുകൾക്ക് റൂട്ടീൻസ് ആണുള്ളത്. രാവിലെ ജോലിക്ക് പോകുന്നു, വരുന്നു, അങ്ങനെയുള്ള ഒരു റൂട്ടീനുകൾ ആളുകളുടെ മനസ്സ് മടുപ്പിക്കുന്ന തരത്തിലുള്ളതാണ് എന്ന ചിത്രമാണ് ബുക്കോസ്കിയുടെ കവിതകളിൽ നമ്മൾ കാണുന്നത്. ഹിസ് പോയട്രി റിഫ്ലെക്ട്സ് ഹൗ ഇൻ ദ പെർസ്യൂട്ട് ഓഫ് സർവൈവൽ പീപ്പിൾ ലൂസ് ദെയർ പാഷൻ, ക്രിയേറ്റിവിറ്റി ആൻഡ് ഇൻഡിവിജ്വാലിറ്റി. അങ്ങനെ ഒരു ജീവിതമാർഗത്തിന് വേണ്ടി സ്വാഭാവികമായിട്ടും ആളുകൾക്ക് ജോലി ചെയ്യേണ്ടി വരും. അങ്ങനെ ഒരു ജീവിതമാർഗം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങളിലേക്ക് ആളുകൾ പോകുമ്പോൾ അവരുടെ ക്രിയേറ്റിവിറ്റിയും പാഷനും ഇൻഡിവിജ്വാലിറ്റിയും എല്ലാം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയെക്കുറിച്ചിട്ട് അദ്ദേഹത്തിന്റെ കവിതകളിൽ അവതരിപ്പിക്കുന്നു. Many of Bukowski's characters are working class people struggling with the poverty, routine and meaninglessness in their jobs. അപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇദ്ദേഹത്തിനെ പോലെയുള്ള ഈ വർക്കിംഗ് ക്ലാസ് പീപ്പിൾ, അദ്ദേഹം ഒരു പോസ്റ്റ് ഓഫീസിലൊക്കെ ജോലി ചെയ്ത കാര്യത്തെക്കുറിച്ചിട്ടൊക്കെ പറഞ്ഞിരുന്നു. അത്തരത്തിൽ ഉള്ള ആളുകൾ തന്നെയാണ് അദ്ദേഹത്തിന്റെ പോയംസിലും സ്റ്റോറീസിലും എല്ലാം കഥാപാത്രങ്ങളായിട്ട് വരുന്നത്. അത് ഇതുപോലെ തന്നെ നിരർത്ഥകവും അതുപോലെ തന്നെ മടുപ്പിക്കുന്നതുമായിട്ടുള്ള ഈ ജോലികളൊക്കെ ചെയ്യുന്ന ആളുകളെ അതിനകത്ത് കാണിക്കുന്നുണ്ട്. Poems like a post office showcase the draining effects of low-paying, dehumanizing labor in a society that rewards conformity over individuality.
അപ്പോൾ അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് ഓഫീസ് എന്നുള്ള പോയതിനകത്ത് ആ ഒരു എക്സ്പീരിയൻസ് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. വളരെ കുറഞ്ഞ വേതനത്തിന് ഇതുപോലെയുള്ള മടുപ്പിക്കുന്ന ജോലികളൊക്കെ ചെയ്യുമ്പോൾ ആളുകളുടെ ഇൻഡിവിജ്വാലിറ്റിയും പാഷനും ക്രിയേറ്റിവിറ്റിയും എല്ലാം നഷ്ടപ്പെട്ടു പോകുന്നൊരു സാഹചര്യമാണ് ആധുനിക സമൂഹത്തിനകത്തുള്ളത് എന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു. Bukowski uses stark imagery and dark humor to highlight the bleakness of urban life. അപ്പോൾ നഗരജീവിതത്തിൻ്റെ ഈ ഒരു അവസ്ഥയെ അദ്ദേഹം ഡാർക്ക് ഹ്യൂമർ ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കവിതകളിൽ അവതരിപ്പിക്കുന്നത്. ഹിസ് പോയട്രി ഡസ് നോട്ട് ഷൈ അവേ ഫ്രം ഗ്രാഫിക് ഓർ അൺസെറ്റിലിംഗ് ഇമേജസ്, ബട്ട് ത്രൂ ദം ഹി കൺവേസ് എ റോ ട്രൂത്ത് അബൌട്ട് ഹ്യൂമൻ എക്സിസ്റ്റൻസ് ഇൻ ദ സിറ്റി. അദ്ദേഹത്തിൻ്റെ പോയത്തിനകത്ത് വളരെ ഷാർപ്പായിട്ടുള്ള ഇമേജറി എല്ലാം ജീവിതത്തെ അതേപോലെ തന്നെ വരച്ചു കാണിക്കുന്ന ചിത്രങ്ങളാണ് അദ്ദേഹത്തിൻ്റെ കവിതകളിൽ അദ്ദേഹം ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ത്രൂ ഹിസ് എക്സ്പ്ലോറേഷൻ ഓഫ് ദ ഡിപ്രവിറ്റി ഓഫ് അർബൻ ലൈഫ്, Bukowski not only critiques the monotony, alienation, and struggles inherent in city living, but also reveals the human capacity for resilience in the face of such a diversity. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കവിതകളിൽ നമ്മളിവിടെ കാണുന്നത് പോലെ ഈ നഗരജീവിതത്തിൻ്റെ ഒരു മൂല്യച്യുതിയുടെ ചിത്രമാണ് അദ്ദേഹം പകർന്നു നൽകുന്നത്. ഇനി അതിനോടൊപ്പം തന്നെ ഈ പ്രയാസങ്ങൾക്കിടയിലും ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളുടെ നിശ്ചയദാർഢ്യത്തിൻ്റെ ഒരു ചിത്രം കൂടി അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട്. ഇനി ഇതിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഈസ് ബുക്കോസ്കി ടൈറ്റിൽ ലോറന്റ് ഓഫ് അമേരിക്കൻ ലോ ലൈഫ്? എക്സ്പ്ലെയിൻ വിത്ത് റെഫറൻസ് ടു ദി ഓർഡിനറി മാഡ്നസ്. ഇനി ബുക്കോസ്കി അറിയപ്പെടുന്നത് ലോ ക്ലാസിന്റെ ആസ്ഥാന കവി എന്നുള്ള രീതിയിലാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ അറിയപ്പെടുന്നത് എന്നുള്ളത് ഈ ഒരു ഡോക്യുമെന്ററിയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ആൻസർ ചെയ്യാൻ പറയുന്നു. Bukowski's title as a laureate of American law life is earned through his unflinching portrayal of the marginalized, the flawed and the disenfranchised in American society. അദ്ദേഹത്തിൻ്റെ കവിതകളിലും കഥകളിലും എല്ലാം തന്നെ ഈ ലോ ക്ലാസ് ആയിട്ടുള്ള ഈ പാർശ്വവൽകൃതരായിട്ടുള്ള ആളുകളുടെ ചിത്രങ്ങളും ജീവിതവുമാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. അതാണ് പ്രധാനമായിട്ടും അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള ഒരു പേര് വരുന്നതിന് കാരണമാവുന്നത്. His works are filled with characters who defy societal expectations, and his writing offers a voice to those often ignored. സമൂഹത്തിൽ അവഗണിക്കപ്പെടുന്ന ആളുകളുടെ ഒരു ശബ്ദമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ പോയട്രി നമ്മൾ കാണുന്നത്. അതുകൂടാതെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണൽ ലൈഫ് സ്റ്റൈൽ പോലെ തന്നെ ഈ സമൂഹത്തിൻ്റെ നാട്യങ്ങളെയെല്ലാം അവഗണിക്കുന്ന എതിർക്കുന്ന ക്യാരക്ടേഴ്സാണ് അദ്ദേഹത്തിൻ്റെ പോയട്രിയിൽ നമ്മൾ കാണുന്നത്. Bukowski's characters often come from the underbelly of society, drunks, prostitutes and people living poverty. ഇനി ബുക്കോസ്കിയുടെ കഥാപാത്രങ്ങളെല്ലാം തന്നെ സമൂഹത്തിന്റെ അടിത്തട്ടിൽ നിന്നുള്ള ആളുകളാണ്. മദ്യപാനികൾ, സ്വൈരിണികൾ, ദരിദ്രർ തുടങ്ങിയിട്ടുള്ള ആളുകളാണ് അദ്ദേഹത്തിന്റെ ക്യാരക്ടേഴ്സ് ആയിട്ട് നമ്മൾ കാണുന്നത്. ഇൻ ദി ഓർഡിനറി മാഡ്നസ്, ദ ഡോക്യുമെന്ററി ഷോസ് ഹൗ ബുക്കോസ്കിസ് വർക്ക് ഗിവ്സ് വോയിസ് ടു ദീസ് പീപ്പിൾ, ഷോവിംഗ് ദർ റോ അൺഗ്ലാമറസ് ലൈഫ്സ് വിത്തൗട്ട് ഐഡിയലൈസേഷൻ. അപ്പോൾ ഇവരുടെ എല്ലാം പച്ചയായിട്ടുള്ള ജീവിതം വളരെ ട്രൂ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ പോയത്തിലെല്ലാം നമ്മൾ കാണുന്നുണ്ട്. ബുക്കോസ്കിസ് പോയട്രി, ഇൻക്ലൂഡിംഗ് വർക്ക്സ് ലൈക്ക് പോസ്റ്റ് ഓഫീസ്, പ്രസൻസ് ദ ഹാർഷ് റിയാലിറ്റീസ് ഓഫ് വർക്കിംഗ് ക്ലാസ് ലൈഫ്. ഇനി വർക്കിംഗ് ക്ലാസ് പീപ്പിളിന്റെ ഒരു ഹാർഷ് റിയാലിറ്റിയെ കുറിച്ചിട്ടുള്ള ചിത്രങ്ങൾ അദ്ദേഹത്തിന്റെ പോയട്രിക്കകത്ത് നമ്മൾ കാണുന്നുണ്ട്. പ്രത്യേകിച്ചും പോസ്റ്റ് ഓഫീസ് എന്നുള്ള പോയത്തിൽ അദ്ദേഹത്തിന്റെ പേഴ്സണൽ എക്സ്പീരിയൻസുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെ അദ്ദേഹം അത്തരം ചിത്രം നൽകുന്നുണ്ട്. His characters struggle with menial jobs, poverty, and a sense of futurity, which becomes a central theme in his portrayal of the American experience. അപ്പോൾ അമേരിക്കൻ ലോ ക്ലാസ് പീപ്പിളിന്റെ എക്സ്പീരിയൻസുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഇത്തരത്തിലുള്ള വളരെ വേതനം കുറഞ്ഞിട്ടുള്ള ഈ ജോലികളും മടുപ്പിക്കുന്നതും ഹാർഡ് വർക്കിങ്ങും ജീവിതത്തിൽ ഒരു പ്രതീക്ഷ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യവും എല്ലാം തന്നെ അദ്ദേഹത്തിന്റെ കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും എല്ലാം നമ്മൾ കാണുന്നു. Bukowski's resistance to fame and wealth is a significant part of his philosophy. ഇനി സമ്പത്തിനോടും പ്രശസ്തിയോടുമൊന്നും അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഫിലോസഫിയുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യമാണ്. As revealed in the Ordinary Madness, he consciously avoids celebrity culture, fearing it would tarnish his authenticity as a writer. അപ്പോൾ ഈ ഡോക്യുമെന്ററിക്കകത്ത് അദ്ദേഹം ഇത്തരത്തിലുള്ള ഈ സമ്പത്ത് നിറഞ്ഞ ആഡംബര ജീവിതവും അതുപോലെ തന്നെ ഈ പ്രശസ്തിയും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഒരു ഒറ്റമുറി വീട്ടിനകത്ത് അദ്ദേഹത്തിന്റെ ജീവിതകാലത്തുടനീളം അദ്ദേഹം ഒരു അറിയപ്പെടുന്ന എഴുത്തുകാരനായതിനു ശേഷവും ജീവിക്കുന്ന ഒരു ചിത്രമാണ് നമ്മൾ കാണുന്നത്. Bukowski is aptly titled The Laureate of American Law Life because he uses his writing to elevate the marginalized, showcasing their struggles, flaws and resilience. അപ്പോൾ അദ്ദേഹത്തിന്റെ കവിതകളിൽ
ഇത്തരത്തില് അമേരിക്കൻ ലോ ക്ലാസ്സിൽ ഉള്ള ആളുകളുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളെ കുറിച്ചും അവരുടെ ജീവിത പോരാട്ടങ്ങളെ കുറിച്ചിട്ടും അവരുടെ നിരർത്ഥകതയെ കുറിച്ചിട്ടുള്ള ചിത്രങ്ങളൊക്കെയാണ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ലോറന്റ് ഓഫ് അമേരിക്കൻ ലോ ലൈഫ് എന്നുള്ള ടൈറ്റിൽ അദ്ദേഹത്തിന് ഉചിതമാണെന്ന് നമുക്ക് കാണാൻ കഴിയും. Through his unapologetic lens, he presents a true-to-life depiction of the American law life, free from romanticism or societal judgment. അപ്പോൾ സമൂഹത്തിന്റെ ജഡ്ജ്മെന്റിനെ ഭയക്കാതെ, എന്നാൽ ഒരുപാട് റൊമാൻറ്റിക് ആയിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാതെ, കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ഒരു ജീവിത ചിത്രം നൽകുന്ന പോയട്രിയാണ് അദ്ദേഹം എഴുതുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു ടൈറ്റിൽ അദ്ദേഹത്തിന് ഉചിതമാണെന്ന് നമുക്ക് പറയാവുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. കൂടാതെ ഈ ചാനൽ നിങ്ങളൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.